ഹലോ എവരി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു വേക്കൻസീസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓർഗനൈസേഷൻ പറയുന്നത് പോലെ തന്നെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ JCA 2025 വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. ടോട്ടൽ വാക്കൻസീസ് എന്ന് പറഞ്ഞാൽ 241 വാക്കൻസീസ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ഷണിച്ചിട്ടുള്ളത്. 241 വാക്കൻസീസേ വിളിച്ചിട്ടുള്ളൂ. പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് ആണ്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ക്ലറിക്കൽ ടൈപ്പ് ഓഫ് പോസ്റ്റ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവർ വിളിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കോളാം. രജിസ്ട്രേഷൻ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഫെബ്രുവരി 5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫെബ്രുവരി 5 സ്റ്റാർട്ട് ചെയ്തു. 8 മാർച്ച് വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. 8 മാർച്ച് 2025 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേറെ ഒന്നുമില്ല, ഡിഗ്രി മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. കാരണം വേറെ ഒരു പ്രത്യേക അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. ആകെ എന്താണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ഡിഗ്രി മാത്രമേ അവർ പറയുന്നുള്ളൂ കേട്ടോ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 to 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൽ SC STക്ക് ആണെങ്കിൽ എന്നത്തെയും പോലെ തന്നെ 5 വർഷത്തിന്റെ റിലാക്സേഷനും, OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷനും അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് ആണ്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. 241 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 5 മുതലേ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓണായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 8 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഏജ് ലിമിറ്റ് 18 to 30 വയസ്സാണ്. SC STക്ക് ആണെങ്കിൽ 35 വയസ്സ് വരെയും, OBCക്ക് ആണെങ്കിൽ 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾക്ക് സുപ്രീം കോടതിൻ്റെ ഉള്ളിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തേത് എന്താണ്, ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ഒരു CBT എക്സാമിനേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. കാരണം ഇതെന്താണ്, ഫയലിൻ്റെ വർക്കുകളും ക്ലറിക്കൽ പോസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ്, ടൈപ്പിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റും കൂടെ അവർ എന്ത് ചെയ്യാറുണ്ട്, ഇതിൻ്റെ ഒപ്പം കണ്ടക്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ. സാലറി കാണുന്നുണ്ടായിരിക്കും. 72,040 ആണ് അപ്രോക്സിമേറ്റ്ലി ഗ്രോസ് സാലറി ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ആനുവൽ സാലറി ആയിട്ട് പറയുന്നത് 72,040 ആണ് കേട്ടോ. മന്ത്ലി സാലറി ആയിട്ട് പറയുന്നത് 72,000 ആണ്. ആദ്യമൊക്കെ ഒരു 42,000 നിന്ന് തുടങ്ങി എത്രയാണ് 2,000 വരെ എത്തുന്ന ഒരു സാലറി പാക്കേജിങ് ആണുള്ളത്. അത്രത്തോളം നല്ല സാലറിയാണ് വരുന്നത് കേട്ടോ. ആപ്ലിക്കേഷൻ ഫീസ് അതുകൊണ്ട് തന്നെ കൂടുതലാണ്. എപ്പോഴും നമുക്ക് സാലറി കൂടിയ പോസ്റ്റുകളിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അവിടെ എന്തായിരിക്കും ആപ്ലിക്കേഷൻ ഫീസും അതിനനുസരിച്ച് കൂടുക തന്നെ ആയിരിക്കും. ഇപ്പോൾ 1000 രൂപയാണ് നോർമൽ കാൻഡിഡേറ്റ്സിന്, ജനറൽ OBC കാൻഡിഡേറ്റ്സിനൊക്കെ. അല്ലാത്തവർക്കാണ് 250 പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് നോക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് മറക്കരുത്, sci.gov.in. ഓക്കെ, sci.gov, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കി. ഇനി ഡീറ്റെയിലേക്ക് നമുക്ക് കടക്കാം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്, നമ്മൾ ഡിഗ്രി പാസ്സായ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായാൽ മതി. ഡിസ്റ്റൻ്റ് ആയിട്ടായാലും എടുത്തെങ്കിൽ പോലും അതെന്താണ്, അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താണ്, മിനിമം സ്പീഡ് ഓഫ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഓൺ കമ്പ്യൂട്ടർ. 35 വേർഡ്സ് പെർ മിനിറ്റ്. നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് ഇപ്പോൾ പഠിച്ചിട്ടില്ല എന്ന് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്യുന്ന നിങ്ങളുടെ സ്പീഡ് അത്യാവശ്യം ആവറേജ് ലെവലിലായിരിക്കണം. 35 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ ടെസ്റ്റ് ഒക്കെ പാസ്സായതിനു ശേഷം എന്ത് ചെയ്യുക, ഒരിടത്ത് പോയിട്ട് എന്ത് ചെയ്യുക, ടൈപ്പിംഗ് ടെസ്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. അതിലൊക്കെ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ തന്നെ ആ ഒരു എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കുക. ഒരു കഴിവ്, ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ടൈപ്പിങ്ങിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ഉള്ളത്. പിന്നെ എന്താണ്, നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ. നോർമലി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയണം. കമ്പ്യൂട്ടറിൽ ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വേർഡ്സ്, നമ്മുടെ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, MS ഓഫീസിൻ്റെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ ഉള്ള ആൾക്കാരായിരിക്കണം. കാരണം എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പറഞ്ഞു, ജനറൽ OBC കാൻഡിഡേറ്റ്സിന് എത്രയാണ്, 1000 രൂപയാണ് കേട്ടോ. ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 1000, SC ST, എക്സ് സർവീസ്മാൻ, അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് PWD കാൻഡിഡേറ്റ്സിന്, ഫ്രീഡം ഫൈറ്റേഴ്സ് പോലെയുള്ള എന്തെങ്കിലും ഇതിനൊക്കെ എന്താണ് 250 രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ. 250.
അതായത് ജനറൽ OBC ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എല്ലാ പേർക്കും എന്താണ് ഈ പറയുന്ന 1000 രൂപയും SC/ST എക്സ് സർവീസ്മാനൊക്കെ എന്താണ് 250 രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തെന്താണ് നമ്മുടെ ടൈപ്പ് ഓഫ് എങ്ങനെയാണ് ഇനി എക്സാം പാറ്റേൺ എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളുക. ആദ്യം നമ്മൾ പറഞ്ഞു റിട്ടേൺ നമുക്ക് എന്താണ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ കാണുന്നുണ്ടായിരിക്കും, നിങ്ങൾ കാണുന്നുള്ളത് പോലെ തന്നെ എത്രയാണ് ടോട്ടല് 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഈ 3 സെക്ഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് ജനറൽ ഇംഗ്ലീഷിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ, 50 ക്വസ്റ്റ്യൻസ് വരെ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, ജനറൽ നോളജിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് 3 സെക്ഷൻ തിരിച്ചിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഓൺലൈൻ എക്സാമിനേഷന് നിങ്ങൾക്ക് ഉടനെ വിളിക്കാൻ പോകുന്ന ഓൺലൈൻ എക്സാമിനേഷന് പാർട്ട് 1ഉം 2ഉം ഉണ്ട്. ആ പാർട്ട് 1 എത്രയാണ്? 100 മാർക്കിനാണ്. 100 മാർക്കിന് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ജനറൽ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിൽ എന്തും കൂടെ ഉണ്ട്, കോംപ്രഹെൻഷനും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. കോംപ്രഹെൻഷൻ അറിയാലോ, പാസേജ് പോലത്തെ സംഭവങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ആഡപ്പ് ആണ്. അതുകൊണ്ട് തന്നെ 50 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നും, മാത്സിൽ നിന്ന് 25ഉം ജനറൽ നോളജിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസും ആണ് അവർ ബേസിക്കലി ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു പാർട്ട് 2 ആയിട്ട് എന്തുണ്ട്? കമ്പ്യൂട്ടർ നോളജ്, ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾക്കുണ്ടോ, കൃത്യമായിട്ടുള്ള അറിവുണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യുന്ന ഒരു 25 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് കേട്ടോ. ആ 25 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അത് എല്ലാത്തിനും കൂടെ ആയിട്ടാണ് അവർ ഇത്ര ചേർത്തിരിക്കുന്നത്. ടോട്ടൽ 125 ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് 1ൽ 100 മാർക്കും പാർട്ട് 2ന് എത്രയാണ്? 25 മാർക്കും. അങ്ങനെ 125 മാർക്ക് 25 ക്വസ്റ്റ്യൻ 2 മണിക്കൂർ ടൈം നിങ്ങൾക്ക് തരുന്നുണ്ട്. 2 മണിക്കൂർ സമയം കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? 25 ക്വസ്റ്റ്യൻ്റെ ഈ പറഞ്ഞു കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്തുണ്ട്? നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ടൈപ്പിംഗ് ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്. വിത്ത് എത്രയാണ്? 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് പറയുന്നത്. മിസ്റ്റേക്സ് അലൗഡ് എങ്ങനെയാണ്? 3% മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവർ ഓക്കെ ആണെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനൊരു 10 മിനിറ്റ് തരും നിങ്ങൾക്ക്. 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. നിങ്ങൾക്ക് എത്ര വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു കാര്യം അവർ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യും, അതിൽ നോട്ട് ഡൗൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ടൈപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഫെയിൽ ഔട്ട് ആയാൽ നിങ്ങൾ എന്താ ഓട്ടോമാറ്റിക്കലി ഫെയിൽഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് പാസ്സാവുക. അത് കഴിഞ്ഞ് എന്തുണ്ട്? നിങ്ങൾക്ക് ഈ പറയുന്ന ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പം essay റൈറ്റിംഗ് ഒക്കെ പോലെ, ലെറ്റർ റൈറ്റിംഗ് പോലെ എഴുതി ഫലിപ്പിക്കേണ്ട കുറേ കാര്യമുണ്ട്. അതെന്ത് ചെയ്യും? കൺസിസ്റ്റിംഗ് ഓഫ് കോംപ്രഹെൻഷൻ, പാസേജ് കോംപ്രഹെൻഷൻ ഉണ്ടായിരിക്കും, പ്രിസൈസ് റൈറ്റിംഗ് ഉണ്ടായിരിക്കും, അതുപോലെ essay റൈറ്റിംഗ്, ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ബേസ് ചെയ്ത് വരും. അത്രയാണ്. 2 മണിക്കൂർ ടൈം നിങ്ങൾക്ക് തരും. ഒരു പ്രോബബ്ലി ഒരു 4-5 ക്വസ്റ്റ്യൻസ് അവർ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമെയിൽ റൈറ്റിംഗ് പോലെയുള്ള പല കാര്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്ര സ്റ്റേജസ് ആണ് നമുക്ക് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ കമ്പ്യൂട്ടറും മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും GK ആണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അത് കഴിഞ്ഞ് ടൈപ്പിംഗ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതാണ് നിങ്ങളുടെ സ്റ്റേജസ്. അപ്പോൾ ഇനിയുള്ള ഒരാൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഭയങ്കര ടാസ്ക് പിടിച്ചൊരു കാര്യമല്ല. നിങ്ങളിപ്പോൾ SSC RRBക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ സിലബസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്തെന്താണ്? വിസിറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തുണ്ട്? ഈ പറയുന്ന www.sci.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറുക, നിങ്ങൾ ഡയറക്റ്റ്ലി കയറുക. കയറുമ്പോൾ തന്നെ ഹോം പേജിൽ എന്തുണ്ടായിരിക്കും? അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും? നോട്ടീസ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടായിരിക്കും. നോട്ടീസസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ സെലക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കും. ഹോം ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് എന്തുണ്ടായിരിക്കും? നോട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ നോട്ടീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടീസിൻ്റെ അകത്ത് എന്തുണ്ട്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. റിക്രൂട്ട്മെന്റ്. ആ റിക്രൂട്ട്മെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് വരും? ഈ PDF ഓപ്പൺ ആക്കാൻ വരും. നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ പോസ്റ്റ്? ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? അതിൽ കയറുമ്പോൾ ആ ലിങ്കിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ്, ഇമെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പേയ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ലോഗിൻ ചെയ്യുക, ഫില്ല് ആപ്ലിക്കേഷൻ കൊടുക്കുക, അപ്ലോഡ് ഡോക്യുമെന്റ്സ്, അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. ഡിഗ്രി പോലെയുള്ള പല ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പേയ്മെന്റ് അടയ്ക്കുക, സബ്മിറ്റ് ആൻഡ് പ്രിന്റ് കൊടുക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന് വലിയ പാടുള്ള ഒരു പ്രോസസ്സ് അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. sci.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടീസ് എന്ന് പറഞ്ഞ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റിക്രൂട്ട്മെൻറ്റ് വരും. ആ റിക്രൂട്ട്മെൻറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ താഴെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ പിൻ ചെയ്തിരിക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാനുള്ളത്. മാക്സിമം കുറച്ച് വാക്കൻസിയാണ് വന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 1000 rupees ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് പഠിച്ച് റെഡി ആകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്